ഭിക്ഷുക്കളായി കഴിഞ്ഞ ആൾമാറാട്ടത്തിന്റെ കാലം. ഞാൻ എന്തിനു സഹിക്കണം? എന്റെ മക്കൾ എന്തിനു സഹിക്കണം? കുന്തിക്കും മക്കൾക്കും കാടും തെരുവുകളും മാത്രമേ വിധിച്ചിട്ടുള്ളൂ. ഒളിച്ചോട്ടങ്ങളും വിചാരണവുമാണോ കർമ്മഫലവും വിധിയും? യാദവ ശ്രേഷ്ഠനായ ശൂരസേനന്റെ പ്രിയപുത്രി വൃദ്ധ, കുന്തി ഭോജന്റെ ദത്തുപുത്രി കുന്തി, മഹാരാജാവായ പാണ്ഡുവിന് പ്രിയ പത്നിയായിരുന്ന കുന്തി മഹാറാണി, വസുദേവർക്ക് സഹോദരി, എനിക്ക് മാതൃസമയായ മാതൃ. ഇങ്ങനൊക്കെ ആയിരുന്നിട്ടും അമ്മായി കേവലം ഒരു വീട്ടമ്മയെ പോലെ വേവലാതിപ്പെടുന്നു. കേവലം ഒരു വീട്ടമ്മയേക്കാൾ എന്ത് മേന്മയാണ് എനിക്ക് അധികമായിട്ടുള്ളത്? എന്നോടും ദുർവിധികൾ ഏതൊരു അമ്മ അനുഭവിച്ചു കാണും, ഏതൊരു സ്ത്രീ. പാണ്ഡു ഹസ്തിനപുരിക്ക് മഹാരാജാവ് തന്നെ, പദവി കൊണ്ട് ഞാൻ മഹാറാണിയും. എന്നിട്ടും രോഗിയായ അദ്ദേഹത്തോടൊപ്പം ഞാൻ ജീവിച്ചത് കൊട്ടാരത്തിലല്ല, കൊടും കാട്ടിൽ. എന്റെ മക്കൾക്ക് അമ്മയായതും കാട്ടിൽ തന്നെ. അതേ കാട്ടിൽ വെച്ച് തന്നെ ഞാൻ വിധവയായി. പറക്കമുറ്റാത്ത 5 മക്കളെയും ചേർത്ത് പിടിച്ച് ഞാൻ അലറി നിലവിളിച്ചത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. നിരാധാരയായ ഒരു നിഷാദിനിയെ പോലെ 5 കുഞ്ഞുങ്ങളെയും കൊണ്ട് പിന്നെയും എത്ര കാലം കാട്ടിൽ കഴിഞ്ഞു. ഹസ്തിനപുരിയിൽ തിരിച്ചെത്തിയിട്ടും അപമാനങ്ങൾക്കും ദുരിതങ്ങൾക്കും അറുതിയുണ്ടായോ? ഒടുവിൽ അരക്കില്ലത്തിലിട്ട് കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചില്ലേ ദുര്യോധനനും അനുജന്മാരും? അഭയം തേടി വന്നൊരു പാവ കാട്ടാള സ്ത്രീയെയും 5 മക്കളെയും അരക്കില്ലത്തിൽ വെന്തു തീരാൻ വിട്ട് ഒളിച്ചോടിയില്ലായിരുന്നെങ്കിൽ ഞാനും എന്റെ മക്കളും എന്ന് ജീവിച്ചിരിക്കുമോ? ഈ ഒളിച്ചോട്ടം, ഈ ആൾമാറാട്ടം, പിച്ചോടനം, ഇതൊക്കെ ഇനി എത്ര നാൾ തുടരണം കുന്തിയും മക്കളും? അവിടുത്തെ മക്കൾ ഹസ്തിനപുരിയുടെ സർവാധികാരികളായി തീരുന്നതുവരെ. അമ്മ വിഷമിക്കാതിരിക്കൂ. യുഗപുരുഷനായ കണ്ണനൊപ്പമുള്ളപ്പോ നമ്മൾ എന്തിന് ഖിന്നരാവണം? അവർ ചെയ്തതിന്റെ കർമ്മഫലം അവരനുഭവിക്കുക തന്നെ ചെയ്യും. കർമ്മഫലത്തിനായി കാത്തു നിൽക്കാതെ ദുര്യോധനനടക്കം 100-നെയും അടിച്ചു കൊല്ലാൻ എനിക്കാവും. അനുവാദം തന്നാൽ മാത്രം മതി. ഭീമ, കുലം പൊടിച്ച് പ്രതികാരം ചെയ്യാൻ തുടങ്ങിയാൽ ധാർത്തപുത്രരും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസം? ശരിയല്ലെങ്കിൽ കണ്ണൻ പറയട്ടെ. വ്യക്തിനിഷ്ഠമായ പ്രതികാരം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ഭീമൻ പറഞ്ഞതുപോലെ കൊന്നു തോൽപ്പിക്കാം. അതല്ല, അവർ എന്തിനാണോ നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, എന്താണോ അവർ നിങ്ങളിൽ നിന്നും കവർന്നെടുക്കാൻ ശ്രമിക്കുന്നത്, അതിനെതിരെയാണ് പൊരുതുന്നതെങ്കിൽ നടക്കേണ്ടത് കേവല പ്രതികാരമല്ല, വേണ്ടത് വീരോചിതമായ യുദ്ധമാണ്. യുദ്ധം? ഹസ്തിനപുരിയുടെ മഹാസൈന്യവും സാമന്ത സൈന്യ നിരകളും ഗുരുവര്യന്മാരുമെല്ലാം അവർക്കൊപ്പമാണ്. അവരോട് യുദ്ധം ചെയ്യാൻ, അന്നത്തിന് വേട്ടയാടാൻ മാത്രം ആയുധം നീക്കിയിരിപ്പുള്ള എന്റെ 5 മക്കൾക്കാവുമോ? അതിനായില്ലെങ്കിൽ ഇനി ഇത്രയും കാലം സഹിച്ചതെന്തിന്? അധർമ്മികളുടെ കൈകളിൽ നിന്നും ഹസ്തിനപുരിയുടെ രാജ്യാധികാരം ധർമ്മജനായ യുധിഷ്ഠിരന്റെ കൈകളിൽ വന്നു ചേരുന്നൊരു ദിവസം അമ്മായിയും ആഗ്രഹിക്കുന്നുണ്ട്, സജ്ജനങ്ങളൊക്കെയും ആഗ്രഹിക്കുന്നുണ്ട്. ഏതൊരു മഹാസൈന്യത്തോടും എതിരിടാനുള്ള സൈനിക ബലവും ബന്ധുബലവും കീർത്തിയും ഈ കാലയളവിനുള്ളിൽ പാണ്ഡവർ നേടിയെടുക്കും. ഇത് ഞാൻ കുന്തി മഹാറാണിക്ക് നൽകുന്ന ഉറപ്പ്. കാലത്തിന് മുന്നേ കാണുന്ന നിന്റെ വാക്കുകൾ പാഴാവില്ലെന്ന് എനിക്കറിയാം. നിന്റെ വാക്കുകൾ എന്നെ ആശ്വസിപ്പിക്കുന്നു. അല്ല, അർജുനൻ
അർജുൻ എവിടെ? കണ്ണൻ അമ്മയെയും ഞങ്ങൾ 5 പേരെയും കാണാൻ വന്നതോ അതോ അർജുനെ കാണാൻ വന്നതോ? ചോദ്യത്തിലെ കുസൃതി എനിക്ക് മനസ്സിലായി. അർജുനനടക്കം എല്ലാവരെയും കാണാൻ തന്നെയാണ് ഞാൻ വന്നത്. പിന്നെ സമശീർഷരായതുകൊണ്ടാവാം അർജുനൻ നമുക്ക് ഭ്രാതൃസവൻ മാത്രമല്ല, ചങ്ങാതി കൂടിയാണ്. എന്നെ അതിശയിപ്പിക്കുന്ന ആയുധവീരനാണ്. മറ്റൊരർത്ഥത്തിൽ ഞാനും അർജുനനും രണ്ടല്ല തന്നെ, ഒന്നാണ്. അറിയാം കണ്ണ, ഇന്ന് അർജുനന്റെയും നകുലന്റെയും സഹദേവന്റെയും ഊഴമാണ്. ഭിക്ഷാടനത്തിന് ഭിക്ഷ തേടി എവിടെയൊക്കെയോ അലയുന്നുണ്ടാവും എന്റെ മക്കൾ. ഇന്നലെ എന്റെ ഊഴമായി. ജ്യേഷ്ഠനെ ഞങ്ങൾ ഭിക്ഷാടനത്തിന് അയക്കാറില്ല. വില്ലാളി വീരനായ അർജുനൻ, മതഗജങ്ങളുടെ കരുത്തുള്ള ഭീമസേൻ, നകുല സഹദേവന്മാർ ഏകചക്രയുടെ തെരുവുകളിലും ഗ്രാമങ്ങളിലും ഭിക്ഷാടകരായി. ഇതിനെല്ലാം നിയതി കരുതി വച്ചിരിക്കുന്ന പകരം വളരെ വലുത് തന്നെയായിരിക്കും. കണ്ണ, പറഞ്ഞതേയുള്ളൂ, എത്തിയല്ലോ. ദ്വാരകേശനായ സച്ചിദാനന്ദന് ഏകചക്രയിലേക്ക് സ്വാഗതം. ഭിക്ഷുക്കളായ ഞങ്ങൾക്ക് സ്വന്തമായി വീടില്ലാത്തത് കൊണ്ട് തെരുവിൽ സ്വാഗതമോതാനല്ലേ കഴിയൂ. സ്ഥലകാല ഭേദമില്ലാത്ത അച്യുതന് പിന്നെ ഏതിടവും വിഷ്ണുലോകം തന്നെ ആയതുകൊണ്ട് കുഴപ്പവുമില്ല. ആ അമ്മേ, ഇന്ന് ഭിക്ഷ യാചിച്ച് കിട്ടിയതാണ്. എന്തായിരുന്നാലും നിങ്ങൾ 5 പേരും പങ്കുവച്ചെടുത്തോളൂ. ഞാൻ ചെന്ന് ഞങ്ങൾക്ക് അന്തി ഉറങ്ങാൻ ഇടം തന്ന ഗൃഹത്തിലെ ബ്രാഹ്മണയെ ജോലിയിൽ സഹായിക്കട്ടെ. അഭയം തന്നവർക്ക് അനിഷ്ടമുണ്ടാകാതിരിക്കാൻ അങ്ങനെ ചില ഔചിത്യങ്ങൾ കൂടി നോക്കണ്ടേ? ഒരു രാജ്യത്തിന്റെ മഹാറാണി ആലംബ ബ്രാഹ്മണന്റെ വീട്ടിലെ അടുക്കളക്കായി. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അമ്മയ്ക്ക് കൂടുതൽ വാർദ്ധക്യം ബാധിച്ചത്. എന്താണ് ഇന്നത്തെ ഭിക്ഷാദായം? കിട്ടിയത് എന്തായാലും മക്കൾ 5 പേർ പങ്കുവെച്ചെടുത്തുകൊള്ളാനാ അമ്മ പറഞ്ഞത്. അതിലൊരു പങ്ക് എനിക്കില്ലെന്ന് ചുരുക്കം. അയ്യോ, ഭിക്ഷാദ്രവ്യം ഭഗവാൻ നൽകാനോ? അങ്ങ് ഞങ്ങൾക്കാണ് ഭിക്ഷ നൽകേണ്ടത്. അത് തന്നു കഴിഞ്ഞു. ഈ ആഗമനം കൊണ്ടും ദർശനം കൊണ്ടും തന്നെ. പക്ഷെ ഞാനൊരു ദുരാഗ്രഹി ആയതുകൊണ്ടാവും അതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടാനാവാത്തത്. മറ്റൊന്നും കൂടി ഞാൻ കണ്ണനോട് ഭിക്ഷയായി ആവശ്യപ്പെടും. കണ്ണന്റെ ഓടക്കുഴൽ നാദം ഈ ഏകചക്രയിൽ ഞങ്ങളേൽക്കുന്ന അപമാനത്തിന്റെ വേവിൽ ഒരു കുളിർ മഴ പോലെ അത് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം കണ്ണ.